പരമപൈത്രവതാമീ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ. അച്ഛൻ RSSലേക്ക് വരാനുള്ള തയ്യാറെടുപ്പിലാണോ? RSSൽ ആർക്കും വർക്ക് ചെയ്യും. ഞാനിപ്പോൾ RSS ആണോ അല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റും. വിജയദശമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹിഷാസുരൻ എന്ന് പറയുന്ന അധർമ്മത്തെ ദുർഗാദേവിയാകുന്ന ധർമ്മം കൊണ്ട് തോൽപ്പിക്കുക. നമ്മുടെ ഹൃദയത്തിൽ തന്നെ രാഷ്ട്രീയ സ്വയം സേവക സംഘം ആരംഭിക്കുന്നത് ഈ വിജയദശമി ദിനത്തിലാണ്. അച്ഛൻ ഗണഗീതം പാടിയതിനു ശേഷം വീണ്ടും ഇതേ ഗണഗീതം വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു. അത് വന്ദേ ഭാരത് ട്രെയിനിലെ കുറച്ച് കുഞ്ഞുങ്ങളാണ്. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി അതിനകത്ത് രാഷ്ട്രീയം കലർത്തേണ്ട കാര്യമില്ല. രാഷ്ട്രീയോ മതമോ ഒന്നും കലർത്തണ്ട. ശരിക്കും പറഞ്ഞാൽ മലയാളം അറിയാവുന്ന ഒരു വ്യക്തി ഇതിന് വിവാദം ഉണ്ടാക്കുന്നു. അച്ഛന് അന്ന് ആദ്യമായിട്ടായിരുന്നു ഒരു RSS പരിപാടിയിലേക്ക് പോകുന്നത്. പല നിറമെങ്കിലും ഒറ്റ മനസ്സായി വിടർന്നിടുന്നു മുകുളങ്ങൾ, വിടർന്നിടുന്നു മുകുളങ്ങൾ. ഹൈന്ദവര് പറയുന്ന ഞങ്ങളുടെ അച്ഛൻ എന്നാ പറയും, നിങ്ങളുടെ അച്ഛൻ ഞങ്ങളുടെ അച്ഛൻ എന്നാ പറയും. ഈ 60 പേരോളം ഗണവേഷം ധരിച്ചോടെ അതിൽ 58 പേരും എനിക്ക് വ്യക്തിപരമായി അറിയാവുന്നവരാണ്. ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് RSS ആണ്. എൻ്റെ പരിചയത്തിൽ ക്രിസ്ത്യാനികൾ RSSൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. പേരും കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. ക്രിസ്ത്യാനികൾ കുറച്ച് വിവാദങ്ങൾ ഉണ്ടാക്കിയിരുന്നു അച്ഛനൊരിടയ്ക്ക്. വിവാദങ്ങളിലല്ല, കുറച്ച് വൈറലായിരുന്നു. അത് RSSന്റെ ഒരു പരിപാടിയില് ഗണഗീതം പാടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എങ്ങനെയാണ് ആ ഒരു വേദിയിലേക്ക് എത്തിപ്പെടുന്നത്? ഒരു വിവാദം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത അതാണ്. ഇവിടെ BJP അല്ലെങ്കിൽ RSS അവിടെ എല്ലാവരും എനിക്ക് ചെറുപ്പം മുതലേ അറിയുന്നവർ, നമ്മുടെ പിതാക്കാർന്നവന്മാർ തൊട്ട് ഞങ്ങൾ അങ്ങനെയാണ് പറഞ്ഞു, ഒരു 3 തലമുറയായിട്ട് അറിയുന്നവരെല്ലാവരും തന്നെ. അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അവർക്ക് ഒരു ആവശ്യം പറയുമ്പോൾ RSS രാഷ്ട്രീയമല്ലല്ലോ, ഒരിക്കലും. അപ്പോൾ RSS എന്നെ അടുത്ത് വന്നിങ്ങനെ പറഞ്ഞു, ഈ അന്നത്തെ ഒരു വിജയദശമി ദിനത്തിൽ അച്ഛനൊന്ന് വന്ന് ഈ വിജയദശമിയെ കുറിച്ചും ഇങ്ങനെ RSSന് 100 വർഷം തികയാണ്, ഒന്ന് വന്ന് സംസാരിക്കുന്നു. നമ്മൾ തീർച്ചയായിട്ടും വരാം. കാരണം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ എൻ്റെ അടുത്ത് വന്നു. ഞാൻ ആ വേദിയിൽ അത് പറഞ്ഞിട്ടുമുണ്ട്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ എൻ്റെ അടുത്ത് വന്നു. ഈ ദേവാലയത്തിൽ തന്നെ വന്നത്. അങ്ങനെ വിജയദശമി എന്താണെന്നാണ് നമ്മൾ ആദ്യം അവിടെ പറഞ്ഞത്. വിജയദശമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹിഷാസുരൻ എന്ന് പറയുന്ന അധർമ്മത്തെ ദുർഗാദേവിയാകുന്ന ധർമ്മം കൊണ്ട് തോൽപ്പിക്കുക. നമ്മുടെ ഹൃദയത്തിൽ തന്നെ. ഇത് നരേന്ദ്രമോദി പ്രധാനമന്ത്രി അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അസത്യത്തെ സത്യം കൊണ്ട് നമ്മൾ നേരിടുന്നു. അതാണ് അസതോമ സദ്ഗമയ. അസത്യത്തിൽ നിന്നും സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ എന്നാണ്. അപ്പോൾ ഈ വിജയദശമി ദിനത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏത് കാര്യങ്ങൾ ചെയ്താലും അത് വലിയൊരു സംരംഭം എന്ത് തുടങ്ങിയാലും നല്ലതാണ്. അവരുടെ ശ്രീധരിയൊക്കെ തുടങ്ങിയത് എനിക്ക് തോന്നുന്നത് ഈ വിജയദശമി ദിനത്തിലാണ്. അപ്പോൾ രാഷ്ട്രീയ സ്വയം സേവക സംഘം ആരംഭിക്കുന്നത് ഈ വിജയദശമി ദിനത്തിലാണ്. തീർച്ചയായിട്ടും. അപ്പൊ നമുക്കത് നമ്മളെ സ്നേഹിക്കുന്നവരാണ് നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത്. അവരുടെ അടുക്കൽ ചെന്ന് അപ്പോൾ വിജയദശമിയില് ഇതിനകത്ത് ഈ മഹിഷാസുര മർദിനി സ്തോത്രമുണ്ട്. അതായത് നമ്മുടെ ഭവനത്തിൽ ആപത്തുകൾ വരുമ്പോൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മൾ പാടേണ്ടതാണ്. അത് ഐഗിരി നന്ദിനി നന്ദിനി മേദിനി വിശ്വവിനോദിനി നന്ദിനുദേ അങ്ങനെയുണ്ട്. അതാ ഒരു ശ്ലോകം, അത് കുറേ ഉണ്ട്. അത് പക്ഷെ കാണാതെ മൊത്തമൊന്നും അറിയില്ല. അതൊക്കെ നമ്മൾ അന്ന് അവിടെ ചൊല്ലിയതാണ്. പിന്നീടാണ് നമ്മൾ RSSനെ കുറിച്ച് പറഞ്ഞത്. RSS ഇങ്ങനെ സ്ഥാപിച്ചു, ഇന്ന വ്യക്തി സ്ഥാപിച്ചു, ഇതെല്ലാം അവിടെ പറയുകയുണ്ടായി. എന്നിട്ടാണ് നമ്മൾ ഈ ഗണഗീതം പാടുന്നത്. ഗണഗീതം എന്ന് പറയുമ്പോൾ ഞാനവിടെ പാടിയുന്ന ഒരിത്, പല നിറമെങ്കിലും ഒറ്റ മനസ്സായി വിടർന്നിടുന്നു മുകുളങ്ങൾ, വിടർന്നിടുന്നു മുകുളങ്ങൾ. അതായത് നമ്മൾ പല നിറമെങ്കിലും എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏത് ജാതിയോ മതമോ ആയിക്കോട്ടെ, നമ്മളെല്ലാം ഈ ഇന്ത്യക്കാരാണ്, നമ്മളെല്ലാം ഭാരതീയരാണ്, ഒന്നാണെന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥമുള്ളൂ. അതിനകത്ത് പ്രത്യേകിച്ച് യാതൊരു വിവാദത്തിന്റെ കാര്യമില്ല. പക്ഷെ അച്ഛൻ ഗണഗീതം പാടിയതിനു ശേഷം വീണ്ടും ഇതേ ഗണഗീതം വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു. അത് വന്ദേ ഭാരത് ട്രെയിനിലെ കുറച്ച് കുഞ്ഞുങ്ങളാണ്. അവര് ഈ അത് ഗണഗീതം എന്ന രീതിക്കോ അല്ല, ഒരു ദേശഭക്തി ഗാനം എന്ന രീതിക്കാണ് കുഞ്ഞുങ്ങൾ അത് പാടുന്നത്. അതിലെവിടെയും RSSനെ കുറിച്ചിട്ടോ സംഘത്തിലെ ആരെയെങ്കിലും കുറിച്ചിട്ടോ അല്ലെങ്കിൽ സംഘത്തിന്റെ ആദർശങ്ങൾ അങ്ങനെയൊന്നും അല്ല പറഞ്ഞു വെക്കുന്നത്. രാഷ്ട്രത്തെ കുറിച്ചിട്ടാണ്, രാഷ്ട്ര സ്നേഹത്തെ കുറിച്ചിട്ടാണ്. പക്ഷെ അതിലും രാഷ്ട്രീയം കലർത്തുന്നവരുണ്ട്. പക്ഷെ അതിനകത്ത് രാഷ്ട്രീയം കലർത്തേണ്ട കാര്യം, എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി അതിനകത്ത് രാഷ്ട്രീയം കലർത്തേണ്ട കാര്യമില്ല. രാഷ്ട്രീയോ മതമോ ഒന്നും കലർത്തണ്ട. കാരണം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു
വിദ്യാലയം ഏതാണെന്ന് ഞാൻ പറയില്ല, അത് പിന്നീട് എപ്പോഴെങ്കിലും നമുക്കത് വെളിയിൽ പറയാം. രാവിലെ ആ വിദ്യാലയത്തിൽ നിങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഇല്ലേ ഈ എന്താ രാവിലെ ഒരു അസംബ്ലി, ആ പ്രയറിൽ ഈ ഗണഗീത പാടിക്കൊണ്ടിരുന്നു. എനിക്കും അറിയാം, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന ആ വിദ്യാലയമാണ് അത്. പിന്നീട് ഞാനത് എപ്പോഴെങ്കിലും നമുക്ക് വെളിപ്പെടുത്താവുന്ന. അപ്പോൾ ഇത് എന്താ പറയുന്ന ഒരു രാഷ്ട്രീയപരമായി വിവാദം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പരമപൈത്രവതാമീ മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങളുണ്ടിവിടെ, പൂങ്കാവനങ്ങളുണ്ടിവിടെ. അപ്പം ഈ നമ്മളാ ശരിക്കും പറഞ്ഞാൽ മലയാളം അറിയാവുന്ന ഒരു വ്യക്തി ഇതിന് വിവാദം ഉണ്ടാക്കില്ല. കാരണം ഇത് വിവാദത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് എൻ്റെ വ്യക്തിപരമായ കാര്യമാണ്, അതിനകത്ത് ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. രാഷ്ട്രീയപരമായോ മതപരമായോ ഇതിനൊരു വിവാദം ഉണ്ടാക്കരുതെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. കാരണം ഇത് ആർക്കും പാടാവുന്ന പാട്ടാണ്. ഇതിനകത്ത് ആർക്കും എന്താ പറയുന്ന ഒരു നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പാട്ടാണോ അത്? ചില പാട്ട് കേട്ട് കഴിയുമ്പോൾ നമുക്ക് അങ്ങനെയൊന്നുമില്ല, ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല, അത് ആർക്കും പാടാം എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. തീർച്ചയായിട്ടും. പക്ഷെ ഒരു വൈദികൻ അത് പാടി എന്നുള്ളതായിരുന്നു വലിയ ബുദ്ധിമുട്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു വൈദികനായിരിക്കുന്ന സമയത്ത് ജനങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരിൽ രാഷ്ട്രബോധമാണെങ്കിലും അത്തരത്തിലുള്ള മൂല്യങ്ങളാണെങ്കിലും എത്തിക്കാനാണല്ലോ ശ്രമിക്കേണ്ടത്. ആ രീതിയിൽ നോക്കുമ്പോൾ അച്ഛൻ ചെയ്തതിൽ എവിടെയും നമുക്ക് തെറ്റ് കാണാൻ സാധിക്കില്ല എന്നുള്ളത് കൂടിയില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും. അല്ല, തെറ്റ് കാണേണ്ടവർ തെറ്റ് കാണുമായിരിക്കും. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ളവർ പറയുന്നത് കേട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, ജീവിക്കാൻ പറ്റത്തില്ല. നമുക്ക് നമ്മുടേതായ കാഴ്ചപ്പാട് നമുക്ക് നിൽക്കുക. ഈ നാടിന്റെ പ്രത്യേകത ഇപ്പോഴും പറയുന്നു, ഇത് നിങ്ങൾ ഈ പുറമേ ഉള്ളവർക്ക് അറിയില്ല. പലരും ഇത് എനിക്ക് തോന്നുന്നു ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ വന്നപ്പോൾ ഇവിടുത്തെ നാടിന്റെ പ്രത്യേകത അറിയത്തില്ല. ഈ നാടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരു ജാതി മതവും ഇല്ല, എല്ലാവരും ഒന്നാണ്. എല്ലാവരും ഇവിടെ വൈദികൻ എന്നുള്ള നിലയിൽ ഇപ്പോൾ ഹൈന്ദവർ പറയുന്ന ഞങ്ങളുടെ അച്ഛൻ എന്നാ പറയുന്നത്, നിങ്ങളുടെ അച്ഛൻ ഞങ്ങളുടെ അച്ഛൻ എന്നാ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ പോകുന്നത്. ഇവിടെ വലിയപ്പുറത്തൊരു ഭഗവതി ക്ഷേത്രം ഉണ്ട്, അവിടെ എന്തെങ്കിലും ഈ ഉത്സവങ്ങൾ നടക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം വരുമ്പോൾ നമ്മൾ ക്ഷണിക്കും, നമ്മളോട് ചില എല്ലാം എനിക്ക് പ്രിയപ്പെട്ടവരാണ്. പിന്നെ ശ്രീകൃഷ്ണ ജയന്തി, മിക്കവാറും വലിയപ്പുറത്തും കാക്കൂരൊക്കെ ഉള്ള ശ്രീകൃഷ്ണ ജയന്തിക്ക് ആ ദിവസം അവിടെ ഫ്ലാഗ് ഓഫ് ചെയ്യാനായിട്ട് എന്നെ വിളിക്കാറുണ്ട്. RSS ആണോ എന്ന് നോക്കിയിട്ടല്ല, എല്ലാം എനിക്ക് പ്രിയപ്പെട്ടവരായതുകൊണ്ട് നമ്മളോട് പോകുന്നത് ചെയ്യും. പക്ഷെ അതൊന്നും എനിക്ക് തോന്നുന്നത് ഫോട്ടോയോ ഒന്നും വെളിയിലോട്ട് പോകാത്തതുകൊണ്ട് ചർച്ചയായില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇത് ചർച്ചയാക്കേണ്ട കാര്യമില്ല, ഇതാർക്കും പാടാം, ഇതാർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമില്ല. രാഷ്ട്രീയമായോ മതപരമായോ ഒരു വിവാദം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. നിൽക്കുന്ന സഭയിൽ എൻ്റെ ഈ ഇടവാംഗങ്ങൾക്കോ അല്ലെങ്കിൽ സഭയിലുള്ളവർക്കോ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ പ്രോബ്ലങ്ങളോ ഇല്ലാത്തടത്തോളം കാലം എനിക്ക് സ്വതന്ത്രമായി ഈ ഇപ്പം മൂവ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ മൂവ് ചെയ്യും. സഭയിൽ നിന്നും ഒരു എതിർപ്പല്ല, അങ്ങനെ മതങ്ങളുമായി വേറെ ഇതിന് പോകരുതെന്ന് പറഞ്ഞാൽ മാത്രം അതിനൊരിക്കലും എൻ്റെ സഭ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എല്ലാവരുമായും സ്നേഹത്തിലും സമാധാനത്തിലും ഐക്യത്തിലും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സഭയാണ് ഞങ്ങളുടെ സഭ. യേശു കൊടുത്ത സന്ദേശവും അത് തന്നെയാണല്ലോ, തന്നെപ്പോലെ തന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം എന്നാണ് യേശു പറഞ്ഞത്. അത് എനിക്കും പറയാനുള്ളൂ. ഇപ്പൊ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ഈ ഒറ്റ കാര്യമേ ഉള്ളൂ, നമുക്ക് സന്തോഷത്തോടും സമാധാനത്തോടും കൂടി രാഷ്ട്രീയത്തിനും മതത്തിനും അതീതമായി നമുക്കൊരു നല്ലൊരു ഭാരതത്തെ കെട്ടിപ്പടുത്തി ഈ ഭാരതത്തിൽ നമുക്ക് എല്ലാവർക്കും ഒന്നായി ജീവിക്കാം. ക്രിസ്ത്യാനികളും എന്താണ് പറയുന്നത്, ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാവരും ചേരുന്ന ഒരു ഭാരതം, അതാണ് ഞങ്ങളെല്ലാം കൺസെപ്റ്റ് അതാണ്. ഇത്രയും കാലം അങ്ങനെയാണ് നമ്മളും ജീവിച്ചു പോകുന്നത്. അതുപോലെ തന്നെ സന്തോഷവും സമാധാനവുമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛന് അന്ന് ആദ്യമായിട്ടായിരുന്നു ഒരു RSS പരിപാടിയിലേക്ക് പോകുന്നത് അല്ലെങ്കിൽ ക്ഷണിക്കപ്പെട്ടത്? തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിക്കുന്ന ആദ്യമായിട്ടാണ്. ശ്രീകൃഷ്ണ ജയന്തി ചെറിയ ചെറിയ പരിപാടിക്ക് അമ്പലങ്ങളിലൊക്കെ പോകാറുണ്ടെന്നുള്ളത് ഈ RSSന്റെ വേദിയിലേക്ക് ഈ 100 വർഷം തികയുന്ന വിജയദശമി ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ക്ഷണം എനിക്ക് കിട്ടുന്നത്. തീർച്ചയായിട്ടും ഇപ്പൊ നമുക്കറിയാം RSSനെ കുറിച്ച് ഒരുപാട് തെറ്റായ ധാരണകള് നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഇന്ന് അത് വലിയ രീതിയിൽ മാറ്റം വരുന്നുണ്ട്. അപ്പൊ അച്ഛൻ RSSനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ RSSനെ എത്രത്തോളം മനസ്സിലാക്കിയിട്ടാണ് ആ വേദിയിൽ നിന്ന് ആളുകളെ അഭിസംബോധന ചെയ്യാൻ തയ്യാറായി? RSSനെ കുറിച്ച് പഠിച്ചിട്ട് തന്നെയാണ് നമ്മൾ ആ വേദിയിൽ ചെല്ലുക, പഠിക്കാതെ എല്ലാം പറ്റുന്നത്. പഠിക്കുന്നേക്കാൾ ഉപരി എനിക്ക് അവിടെ ഈ 60 പേരോളം ഗണവേഷം ധരിച്ചവിടെ ഉണ്ട്. അതിൽ 58 പേരും എനിക്ക് വ്യക്തിപരമായി അറിയാവുന്നവരാണ്. ഞാൻ അവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞൊരു കേസ് എപ്പോഴാണ് ഓർമ്മയിൽ വന്നത്. എന്നാൽ ഞാൻ അവിടെ പ്രസംഗിച്ച വേദിയിൽ ഒരു കാര്യം പറഞ്ഞു, ഞങ്ങളുടെ സഭയ്ക്കൊക്കെ എടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ RSSനകത്താണ്. കാരണം അവിടെ അടുക്കും ചിട്ടയും നമ്മളത് ഒരാൾ അവിടെ നിന്ന് അതിനെ നിയന്ത്രിക്കുകയാണ്. ഒരു വ്യക്തി നിയന്ത്രിക്കുമ്പോൾ ആ ഇരിക്കുന്നവർ മുഴുവൻ അത് അനുസരിക്കുകയാണ്.
അവരവിടെ ആ പ്രോഗ്രാം തീരുന്നവരെ അവരവിടെ ഇരിക്കുകയാണ് ഉണ്ടായത്. അത് നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു കാര്യം. എല്ലാവരും അങ്ങനെ ഇരിക്കണമെന്നൊന്നുമില്ല, അടുക്കും ചിട്ടയോടും കൂടി ഇരിക്കണമെന്നൊന്നും നിർബന്ധമില്ല. അതൊരു മാതൃകയാക്കാവുന്ന ഒരു കാര്യമാണ് അന്ന് ഞാൻ ആ വേദി പറയേണ്ടത്. നമ്മളിപ്പോ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുമ്പോൾ ഇന്നതൊക്കെ സംസാരിക്കാം എന്നുള്ള ഒരു തയ്യാറെടുപ്പ് ഉണ്ടാകുമല്ലോ. അല്ലെങ്കിൽ RSS എന്ന് പറയുന്നത് ഒരു രാഷ്ട്ര സേവനത്തിന് വേണ്ടി, രാഷ്ട്ര സ്നേഹത്തിന് ഊന്നി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ RSSന്റെ ഒരു വേദിയിൽ ചെല്ലുമ്പോൾ രാഷ്ട്രത്തെ കുറിച്ച് സംസാരിക്കണം എന്നുള്ളതാണോ, അല്ലെങ്കിൽ ഇപ്പൊ പലരും പറയാറുണ്ട് ഒരു മതാധിഷ്ഠിത സംഘടനയായി പറഞ്ഞു വെക്കാറുണ്ട്, അങ്ങനെ സംസാരിക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഏതെങ്കിലും ഘട്ടത്തിൽ അച്ഛന് വന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ആ വേദിയിൽ ഉണ്ടായിട്ടില്ല. കാരണം എൻ്റെ പരിചയത്തിൽ ക്രിസ്ത്യാനികൾ RSSൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. പേരും കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. ക്രിസ്ത്യാനികൾ, അത് ഞങ്ങളുടെ സഭാ സമൂഹത്തിലുള്ളവർ RSSനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അവരെ സംബന്ധിച്ച്, RSSനെ സംബന്ധിച്ച് എനിക്ക് മനസ്സിലായത് ഞാൻ പറയാം, അവർക്ക് രാഷ്ട്രത്തിനാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. ജാതിക്കും മതത്തിനും എല്ലാം അതീതമായി നമ്മുടെ രാജ്യം, അത് നമ്മളെല്ലാം അങ്ങനെയാണ്, ഞാനും അങ്ങനെയാണ്, നിങ്ങളും അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെ ആകാനാണ് വഴി. കാരണം ഒരു ക്രിക്കറ്റ് ഒരു കളി നടക്കുമ്പോൾ പോലും നമ്മുടെ ആഗ്രഹം നമ്മുടെ ഇന്ത്യ ജയിക്കണം എന്നല്ല, ഭാരതം ജയിക്കണം എന്നല്ല. അങ്ങനെയല്ല, ഏത് ഒരു ഗെയിമിൽ പോലും ജാതിയും മതവും മറന്ന് നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ ഭാരതം ജയിക്കണം എന്നുള്ളൊരു തീർച്ചയായിട്ടും അത് അവർ ഫോളോ ചെയ്യുന്ന നമുക്കും ഫോളോ ചെയ്യാവുന്ന കാര്യം തന്നെയാണ്. RSS ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കും ഭാവിയിൽ ഫോളോ ചെയ്യാൻ സാധിക്കുമെന്നാണ് എനിക്കും തോന്നുന്നത്. ഇവരെ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. കാരണം അവരൊരു സത്യസന്ധമായി മൂവ് ചെയ്യുന്നവരാണ്. RSSനെ സംബന്ധിച്ച് എൻ്റെ പഠനത്തിൽ എനിക്ക് മനസ്സിലായതാണ്. RSSൽ നിന്ന് അപ്പോൾ രാഷ്ട്ര സ്നേഹം ഇന്നത്തെ തലമുറ പഠിച്ചെടുക്കേണ്ട ഒന്നാണ് എന്നതല്ലേ? തീർച്ചയായിട്ടും നമുക്ക് പഠിക്കാൻ ഉണ്ട്. നമ്മളതിൻ്റെ എന്താ പറയുക, പ്രാരംഭ ഘട്ടത്തിലായിട്ടേ ഉള്ളൂ. അവരിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. അത് നമ്മൾ വായിച്ചും അറിഞ്ഞും, അവരെ അറിഞ്ഞും കേട്ടും തന്നെ. കാരണം എനിക്ക് മനസ്സിലായി, ഈ RSSൽ പ്രവർത്തിക്കുന്നവരാരും പൊതുവേദികളിൽ വരുന്നവരുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. മറ്റുള്ളവർ നോട്ടീസ് പേര് വരണം, മൈക്കിൽ കയറി നിൽക്കണം, പ്രസംഗിക്കണം, പേര് കിട്ടണം, ഇതങ്ങനെയൊന്നും RSSൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയിലും ഞാൻ കണ്ടിട്ടില്ല. ഈ എൻ്റെ നാട്ടിൽ പ്രവർത്തിക്കുന്നവർ ഇതാരാണെന്ന് പോലും അറിയത്തില്ല. അതാണ് സ്വയം സേവകൻ എന്ന് പറഞ്ഞ് അവൻ ആ രാജ്യത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടത്. അവൻ രാജ്യത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നു, മറ്റൊരു പേരിനോ പ്രശസ്തിക്കോ വേണ്ടിയിട്ടല്ല. ഞാൻ പോലും പുരോഹിതൻ എന്നുള്ളത് ഒരു പരിധി വരെ പേരും പ്രശസ്തിയും ഉണ്ട്. പക്ഷേ ഒരു RSSകാരനെ സംബന്ധിച്ചിടത്തോളം, ഞാൻ മനസ്സിലാക്കിയിടത്തോളം അങ്ങനെ ഒരു പേരോ പെരുമയോ എങ്ങും കിട്ടുന്നില്ല. കാരണം എന്നെ ക്ഷണിച്ച ആ വേദി, അതിനകത്തൊരു നോട്ടീസിൽ ഈ RSSകാരുടെ ആരുടെയും പേരില്ല എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞ കാര്യം. അതൊക്കെ അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇവരെക്കുറിച്ച് പഠിച്ചു വരുന്നേ ഉള്ളൂ. തുടർന്നും എന്തായാലും ഈ പഠനം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും. കാരണം ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് RSS ആണ്. ഈ RSSന്റെ നരേന്ദ്രമോദിയാണ്. തീർച്ചയായിട്ടും. അപ്പം നമ്മളത് പഠിക്കണം. നമുക്കിപ്പോൾ RSS ആണോ BJP ആണോ എന്നുള്ളതല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ നമ്മൾ റെസ്പെക്ട് ചെയ്തേ പറ്റുകയുള്ളൂ. തീർച്ചയായിട്ടും അവരെ അത് എങ്ങനെ പോകുന്നു എന്ന് നമ്മൾ പഠിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. അവരോടൊപ്പം പിന്നാലെയാണെങ്കിൽ ഇപ്പോൾ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ കൂടെ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. നമുക്ക് അയൽവക്കത്തുള്ള രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോട് പോയി നിൽക്കാൻ പറ്റുമോ? പക്ഷെ മോദിജി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും ഇപ്പോൾ ക്രൈസ്തവ സഭകളെ ആണെങ്കിലും ഹിന്ദുക്കളെ ആണെങ്കിലും എല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ആശയങ്ങൾ തന്നെയല്ലേ? തീർച്ചയായിട്ടും എല്ലാവരെയും ചേർത്ത് തന്നെ. അതിപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ക്രിസ്ത്യൻസിനൊക്കെ അത് മനസ്സിലായി വരുന്നുള്ളൂ എന്ന് തോന്നുന്നു. എന്തായാലും അത് ഭാവിയിൽ അത് തീർച്ചയായിട്ടും വരും. കാരണം ഒത്തിരി തെറ്റിദ്ധാരണകൾ ഇതിൻ്റെ അകത്തുണ്ട്. കാരണം ഈ പറയുന്ന നരേന്ദ്രമോദിജി ഒക്കെ ക്രിസ്ത്യാനികൾക്കെതിരാണ് എന്നുള്ള നിലയിലേക്കൊക്കെ പറഞ്ഞു വരുത്തും. പക്ഷെ അത് എത്രമാത്രം യാഥാർത്ഥ്യം ഉണ്ടെന്നൊന്നും അറിയില്ല. അങ്ങനെയല്ല, പ്രചരണങ്ങളാണ് അതിനകത്ത് കൂടുതലും വരുന്നത്. അത് പിന്നീട് എന്തായാലും അത് നമ്മുടെ നാട് മനസ്സിലാക്കും. അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തികൾ, ഈ രാജ്യത്തിന് വേണ്ടി ഇപ്പോൾ ചെയ്തു വരുന്ന പ്രവർത്തനങ്ങൾ എന്തെന്ന് കേരളവും താമസിയാതെ തിരിച്ചറിയും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അച്ഛൻ RSSലേക്ക് വരാനുള്ള തയ്യാറെടുപ്പിലാണോ? അങ്ങനെ RSSൽ എനിക്ക് എൻ്റെ ഒരു അറിവ് പ്രകാരം അങ്ങനെ ഒരു പേരെടുത്ത് മെമ്പർഷിപ്പ് എടുക്കുന്ന ഒരു സംഘടനയല്ല RSSൽ ആർക്കും വർക്ക് ചെയ്യും. ഞാനിപ്പോൾ RSS ആണോ അല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റും? ഒരിക്കലും തിരിച്ചറിയാൻ പറ്റില്ല. അതാണ് സ്വയം സേവകന്റെ പ്രത്യേകത. അപ്പോൾ RSS ആണോ അല്ലേ എന്നുള്ളത് ആർക്കും അറിയാൻ പറ്റില്ല, തിരിച്ചറിയാൻ പറ്റില്ല. ഇപ്പം ഞാൻ RSS ആണെന്ന് ഞാനാണെങ്കിൽ പോലും ഞാൻ ആരോടും ഇത് പറയാൻ ആഗ്രഹിക്കില്ല. ആരും ഒരു RSSകാരനും എനിക്ക് അങ്ങനെയാ തോന്നുന്നില്ല. അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അപ്പൊ ഞാനാണോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? അറിയാൻ പറ്റില്ല. അത് അതിനുള്ള മറുപടി അത് മാത്രമേ. ഉറപ്പായിട്ടും. എന്തായാലും ഒരുപാട് സന്തോഷം കണ്ടതിലും ഇത്രയും വിഷയങ്ങൾ ഞങ്ങൾക്കൊപ്പം സംസാരിച്ചതിലും. ഇനിയും കാണാം. നമസ്കാരം.